പൈനിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC GDയുടെ പോസ്റ്റ് പ്രിഫറൻസ് ആണ്. SSC GDയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതിനിടയ്ക്ക് നമുക്ക് പോസ്റ്റ് പ്രിഫറൻസുകൾ ഒന്ന് നോക്കാം. SSC മെയിൻ ആയിട്ട് വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെ സേനകളിൽ നിന്നാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ BSF എന്ന് വിളിച്ചിട്ടുണ്ട്, CISF എന്ന് വിളിച്ചിട്ടുണ്ട്, CRPF എന്ന് വിളിച്ചിട്ടുണ്ട്, SSB എന്ന് വിളിച്ചിട്ടുണ്ട്, ITBP എന്ന് വിളിച്ചിട്ടുണ്ട്, അസം റൈഫിൾസ് എന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ SSF എന്നും വിളിച്ചിട്ടുണ്ട്. BSF ഏതാണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. CRPF സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് ആണ്. SSB ശാസ്ത്ര സീമ ബെല്ലാണ്. ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. ആസാം റൈഫിൾസ് ഉണ്ട്. പിന്നെ വരുന്നത് SSF ആണ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം മുതൽ BSF മുതൽ നോക്കാം. BSF വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5211 വേക്കൻസീസ് മെയിൽസിനും അതുപോലെ തന്നെ 963 വേക്കൻസീസ് ഫീമെയിൽസിനുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 6174 വേക്കൻസീസ് BSF ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോർഡറിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് BSFന്റെ പോസ്റ്റ്. ബോർഡറിലായിരിക്കും, ഇന്തോ പാകിസ്ഥാൻ ബോർഡറിൽ, ഇന്തോ ബംഗ്ലാദേശ് ബോർഡറിലും ആയിരിക്കും അവർക്ക് ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CISF ആണ്. CISFന് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 9913 വേക്കൻസീസ് മെയിൽസിനും അതുപോലെ തന്നെ 1112 വേക്കൻസീസ് ഫീമെയിൽസിനും. ടോട്ടൽ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 11025 വേക്കൻസീസ് ആണ് CISFിലേക്ക് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എയർപോർട്ട്, മെട്രോ സ്റ്റേഷനുകൾ, ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ് ഇവിടെയൊക്കെ സ്റ്റാൻഡിംഗ് ഡ്യൂട്ടി ആയിരിക്കും CISFകാർക്ക് ഉണ്ടാവുക. എയർപോർട്ട് സെക്യൂരിറ്റി അതുപോലെ തന്നെ മെട്രോ സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോഴ്സ് ആണ് CISFകാര്. ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് CISF. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് പ്രിഫറൻസിൽ ഫസ്റ്റ് വെക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് CISF വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CRPF ആണ്, സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് ആണ്. അതിന്റെ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3266 വേക്കൻസീസ് മെയിൽസിനും അതുപോലെ തന്നെ 71 വേക്കൻസീസ് ഫീമെയിൽസിനും. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3337 വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് CRPFന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CRPF സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് ആണ്. CRPFന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഇന്റേണൽ അഗ്രഷൻസ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CRPFകാരെ സർവീസ് വിളിക്കുക. CRPFകാർക്ക് നക്സൽ ആക്രമണങ്ങൾ അതുപോലെ തന്നെ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ അതിനൊക്കെ എതിരായിട്ടുള്ള കൺട്രോളിംഗ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ താല്പര്യമുള്ളവർക്ക്, ഇങ്ങനെ നക്സൽ ആക്രമണങ്ങൾക്കും മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്കും ഒക്കെ പോകാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഈ പോസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. CRPF ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ SSB ആണ്. SSB ശാസ്ത്ര സീമ ബെല്ലാണ്. അവർക്ക് ഡ്യൂട്ടി വരുന്നത് മെയിൻ ആയിട്ടും നേപ്പാൾ ബോർഡർ അതുപോലെ തന്നെ ഭൂട്ടാൻ ബോർഡർ അവിടേക്കാണ് അവർക്ക് ഡ്യൂട്ടി വരിക. അവരുടെ വേക്കൻസീസ് നമുക്ക് നോക്കാം. 593 വേക്കൻസീസ് മെയിൽസിനും 42 വേക്കൻസീസ് ഫീമെയിൽസിനുമാണ്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 635 വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് വരുന്ന വേക്കൻസീസ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേപ്പാൾ ബോർഡറിലും അതുപോലെ തന്നെ ഭൂട്ടാൻ ബോർഡറിലുമാണ്. നേപ്പാൾ ബോർഡറിലും ഭൂട്ടാൻ ബോർഡറിലും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതാണ് SSBയുടെ ഡ്യൂട്ടി വരുന്നത്. ഇതും ബോർഡറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. ബോർഡറിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ബോർഡറിൽ പോസ്റ്റിങ്ങിന് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് SSBയുടെ പോസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാം. ITBP ആണ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. അതിന്റെ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2694 വേക്കൻസീസ് മെയിൽസിനും 495 വേക്കൻസീസ് ഫീമെയിൽസിനുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 31,891 വേക്കൻസീസ് ITBP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ITBP ആണ് കുറച്ചുകൂടെ ഈ ഇത്രയും ഫോഴ്സുകൾ നമ്മൾ പറഞ്ഞതിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക് ചെയ്യേണ്ട പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ITBPയിൽ വരുന്ന പോസ്റ്റുകളാണ്. ITBPയിലാണ് അലവൻസുകളും മറ്റ് ബെനിഫിറ്റുകളും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. ITBPയിലാണ്. ഓക്കെ, ITBPയിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്, ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ആസാം റൈഫിൾസ് ആണ്. ആസാം റൈഫിൾസിന്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ മെയിൽസിന് 1448 വേക്കൻസീസും ഫീമെയിൽസിന് 42 വേക്കൻസീസും ഉണ്ട്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 1490 വേക്കൻസീസ് ആണ് ആസാം റൈഫിൾസിൽ വരുന്നത്. ആസാം റൈഫിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 സിസ്റ്റേഴ്സിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുക. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്നതാണ് ആസാം റൈഫിൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ, അവിടെ
ഉള്ള ഡ്യൂട്ടികളാണ് ആസാം റൈഫിൾസിന് വരുന്നത്. ആസാം റൈഫിൾസിന്റെ യൂണിഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർമിയുടെ സെയിം ആയിട്ടുള്ള യൂണിഫോം ആണ് ആസാം റൈഫിൾസിന്റെ യൂണിഫോം വരിക. ആർമി യൂണിഫോമിനോട് പാഷൻ ഉള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് ആസാം റൈഫിൾസിന്റെ. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചും പിന്നെ വേക്കൻസികൾ നോക്കിയിട്ടും നിങ്ങൾ ആസാം റൈഫിൾസ് പ്രിഫറൻസ് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുക SSF ആണ്. SSF എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 222 വേക്കൻസീസ് മെയിൽസിനും 74 വേക്കൻസീസ് ഫീമെയിൽസിനും 296 വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡൽഹി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പോസ്റ്റ് ആണ്. ഗവൺമെന്റ് ഓഫീസുകൾ, മെയിൻ ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫീസുകളിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാണ് SSFന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സേനകൾ വരുന്നത്. അതിന്റെ പ്രിഫറൻസ് കോഡുകൾ നമുക്ക് നോക്കാം. BSFന്റെ A ആണ്, CISF B, CRPF C ആണ്, SSB D ആണ്, ITBP E ആണ്, ആസാം റൈഫിൾസ് F ആണ്, SSF H ആണ്. ഇത്രയാണ് പോസ്റ്റ് പ്രിഫറൻസുകൾ നമുക്ക് വരുന്നത്. ഈ പോസ്റ്റ് പ്രിഫറൻസുകളെ ബേസ് ചെയ്തിട്ട് ഓക്കെ, ഇത്രയാണ് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസുകൾ വരുന്നത്. ഈ പോസ്റ്റ് പ്രിഫറൻസുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് ബോർഡറിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ BSF നമുക്ക് ആദ്യം വെക്കാം, SSB ആദ്യം വെക്കാം. അല്ലാതെ നമുക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ നമുക്ക് SSF വെക്കാം. അങ്ങനെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ഓരോ പോസ്റ്റുകളും വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേക്കൻസീസും കൂടെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേക്കൻസീസ് നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയാണ് പോസ്റ്റ് പ്രിഫറൻസ് വരുന്ന പോസ്റ്റ് കോഡുകൾ നിങ്ങൾ നോക്കി വെക്കുക. ഇനിയും അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ചുകൊണ്ട് നിൽക്കരുത്, അന്നേരത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടാവും. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ടവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.